ഹലോ, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് രസം പൗഡർ ഉപയോഗിച്ച് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കിയാലോ. രസം ഉണ്ടാക്കാനായി ചൂടായ പാത്രത്തിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ ജീരകം, 2 വറ്റൽമുളക് കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. പെട്ടെന്നൊരു രസമൊക്കെ കഴിക്കാൻ കൊതിയായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ രസമായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് രസമാണ്. ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ റോയൽ മാർക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് രസം പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മസാല കരിഞ്ഞു പോകും. 1 തക്കാളിയുടെ പൾപ്പ് എടുത്തത് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി വന്നിട്ടുള്ള തക്കാളിയിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പുളി ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കുറച്ചും കൂടെ കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതൊക്കെയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഓറഞ്ച് രസം ചോറിൻ്റെ കൂടെയും നമുക്ക് വെറുതെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം.